കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവത്തിന്റെ കരുതൽ നമുക്കുണ്ട്. വിളിച്ചവൻ വിശ്വസ്തൻ. ഒരാമയും പറഞ്ഞു, നീ ഇറങ്ങി പുറപ്പെട്ട് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പോകല്ലേ, അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വേണം ഇങ്ങനെ പറയാം, ഞാൻ എപ്പോഴും എന്റെ സഭാ മക്കളോട് ഇരിപ്പുണ്ട്. ഞാൻ പറയാ, എല്ലാ ദിവസവും മന്ന എന്റെ വീടിന്റെ മുമ്പിൽ പോയി. നിങ്ങൾ കാണുന്ന പോലുള്ള മന്നയല്ല, കരുതൽ വെളിപ്പെട്ടു വരും. പ്രൊവിഷൻ ഓഫ് ഗോഡ് ദൈവത്തെ സംബന്ധിച്ചാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഫസ്റ്റ് സീക്ക് കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു. നീ മുൻപേ രാജ്യം ഇത് കർത്താവിന് വേണ്ടി ഇറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ, കോവിഡ് സമയങ്ങളിലും പച്ചക്കറി വിൽക്കാൻ പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല കാര്യം, ജോലി ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവം കരുതുന്നില്ലെന്ന് പറഞ്ഞ് നീ പോകല്ലേ. രാമയും പറഞ്ഞു, ദൈവം ഞാനൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് നീ പോകല്ലേ. എന്നാൽ ദൈവം എന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ഫേവർ എനിക്ക് വന്നത് കോവിഡ് കാലങ്ങളിൽ, വെള്ളപ്പൊക്കത്തിന്റെ കാലങ്ങളിലാണ് എനിക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടി. കാരണം ദൈവം തന്റെ ഭക്തനെ സൂക്ഷിക്കും. ദൈവത്തെ സ്തുതിച്ചോട്ടെ. അവരൊരേ ആത്മീയ പാനീയം. അവരെപ്പോഴും പറയും, നിങ്ങൾ ശ്രദ്ധിച്ചോ, വചനത്തിന്റെ വെളിപ്പാട് പറയാം, അവരെന്നും കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്നും മന്ന. എല്ലാരും പറഞ്ഞു എന്നും മന്ന, മടുത്തു പോയി. പക്ഷെ മന്നയ്ക്കകത്ത് ഉണ്ടായിരുന്നറിയാമോ? ഒരുത്തന്റെ കാല് ചെരുപ്പ് തേഞ്ഞില്ല, അവരിൽ ഒരുത്തനും ബലഹീനനില്ലായിരുന്നു. ഉടമ്പടിക്കകത്ത് ഒരു രോഗവുമുള്ളവൻ ആരുമില്ല. വസൂരി വന്നൊന്നും ഒരുത്തനും പോയില്ല. ദൈവത്തിന്റെ കോപം മാത്രമേ ഉള്ളായിരുന്നു. ദൈവത്തെ ശ്രദ്ധിച്ച് ദൈവം അയച്ച ബാധകളെ ഉള്ളായിരുന്നു. കാരണം ദൈവത്തിന്റെ കരുതലിനകത്തായിരുന്നു. കാരണം എന്താ? മന്നയ്ക്കകത്ത് എല്ലാം ഉണ്ട്. പുതിയ നിയമത്തിന്റെ മന്ന എന്താണെന്നറിയോ? അവർ യേശുവിനോട് പറഞ്ഞു, നീ എന്തോ അത്ഭുതം കാണിക്കുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാര് മന്ന കഴിച്ചു തന്നു. മോശ അറിയാമോ? ഞങ്ങളുടെ പിതാവ് മോശയാ ഞങ്ങൾക്ക് മന്ന തന്നു. യേശു പറഞ്ഞു, മോശയല്ല, എന്റെ പിതാവാ നിങ്ങൾക്ക് മന്ന തന്ന്. ഞാനാ സ്വർഗത്തിൽ നിറങ്ങി വന്ന മന്ന. കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചേ, ഞാൻ ഇറങ്ങി വന്ന മന്ന. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ ഇതൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ പിതാക്കന്മാര് മരിച്ചുപോയി, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഇന്ന് ഈ ദേശത്തോട് സുവിശേഷം പറയുകയാണ്. ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യേശു നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ അനുഭവം മാറാൻ തുടങ്ങും. യേശു എന്ന് പറഞ്ഞാൽ വെളിച്ചം. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ട് രക്തം തളിച്ച് ഉടുപ്പിട്ടുകൊണ്ട് ദൈവവചനം. യേശു വരുമ്പോൾ വെളിച്ചമാ, തർക്കിക്കേണ്ട കാര്യമില്ല. റെയ്നാഡ് ബോക്കി എന്ന് പറഞ്ഞ ദൈവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇരുട്ടിനോട് തർക്കിക്കേണ്ട, സ്വിച്ച് ഓൺ ചെയ്താൽ മതി. രാമൻ പറഞ്ഞു, ഞങ്ങൾ ആരും ലൈറ്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുന്നു, ലൈറ്റ് ഇടാകുമ്പോൾ ഇരുട്ടേ നീ പൊക്കോണം വേണോ? സ്വിച്ച് ഇടുന്ന ഘട്ടത്തിൽ ഇരുട്ട് അപ്രത്യക്ഷമാവും. യേശു എന്ന് പറയുന്ന നാമം പിശാച് ഭയപ്പെടുന്നു. ഒന്ന് ഏറ്റെടുത്താട്ട്, യേശു എന്ന് പറയുന്ന നാമം പിശാച് ഭയപ്പെടുന്നു. അവന്റെ നാമത്തിന്റെ അധികാരം പിശാച് ഭയപ്പെടുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ നാമത്തെ ഞാൻ കൽപ്പിക്കുമ്പോൾ കുടുംബങ്ങളെ ഭരിച്ചിരിക്കുന്ന സാത്താന്റെ ചില അവകാശങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിയുകയാണെന്ന് പറയുമ്പോൾ എത്ര പേരെ ഏറ്റെടുത്തു? എല്ലാവരും കരങ്ങളടിച്ച് ആമേൻ പറഞ്ഞ് അത് സംഭവിക്കുക. ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. ദുഷ്ടൻ അമയ്ക്ക് പിടിച്ചു വച്ചിരിക്കുന്ന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ ഇറങ്ങി വിടുവിക്കുന്ന രാത്രിയാണെന്ന് പറയുമ്പോൾ പറഞ്ഞു. എനിക്ക് വലിയൊരു കാര്യം പറയുന്ന 5-10 ക്രൂസ് എടുത്ത് രാത്രി പ്രസംഗം തൊണ്ട അടയ്ക്കത്തില്ല. കാര്യം എന്റെ ശബ്ദമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ഒരേ ആത്മീയ പാനീയം. ആ മന്ന അവര് കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എന്താണ് ആത്മീയ പാനീയം? അങ്ങനത്തെ വെളിപ്പാട് വരട്ടെ. പ്രത്യേകിച്ച് സൗകര്യങ്ങൾ വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തെ ശ്രദ്ധിച്ച്. ആദ്യം മോശയോട് ദൈവം എന്താ പറഞ്ഞ? പാറയ്ക്ക് അവർക്ക് വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? പാറയെ അടിക്കാനാ പറഞ്ഞു. പഴയ നിയമം രാമി പറഞ്ഞു, യേശുവിന്റെ അടി നിഴലായിരുന്നു, അടിക്കാൻ പറഞ്ഞു. റോമൻ എംപയർ പിലാത്തോസിന്റെ നേതൃത്വമുള്ള അധികാരങ്ങൾ ദൈവത്തെ സ്തുതിച്ച് കർത്താവിനെ തകർത്തു. ഗദസമന തോട്ടത്തിൽ വെച്ച് അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി. ബ്രാഹ്മീൻ ഉറക്കം പറഞ്ഞു, അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച് അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഞാൻ പറഞ്ഞു, മുൾക്കിരീടം വെച്ചപ്പോൾ അവന്റെ കണ്ണ് തള്ളി വരത്തക്കൊണ്ട് 3-4 ഇഞ്ച് ആഴമുള്ള മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ച് അവന്റെ വിലാവിൽ 1-39 അടി അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. അപ്പൊ ആ കഷ്ടതകൾ മുഴുവൻ ദൈവത്തെ സ്തുതിച്ച് ആ മോശ അടിക്കുക, പാറയെ മോശ അടിക്കുക എന്ന് പറഞ്ഞാൽ ആ പാറ ക്രിസ്തുവോ നമ്മൾ കേൾക്കാൻ പോവുക. പക്ഷെ രണ്ടാമത് മോശ എന്ത് ചെയ്യുന്നറിയോ? ജനങ്ങളോടുള്ള വിഷയം കൊണ്ട് വീണ്ടും അടിക്കാൻ ശ്രമിച്ചു. മോശയെ വാഗ്ദത്ത കനാൻ കാണിച്ചില്ല. കാരണം എന്താണെന്നറിയോ? കൽപ്പിക്കാനാ പിന്നീട് പറഞ്ഞേ. ദൈവത്തോട് കൽപ്പിക്കാനല്ല, ദൈവത്തോടല്ല കൽപ്പിക്കുന്നേ. രാമ്യം പറഞ്ഞ് സാഹചര്യത്തോട് നീ കൽപ്പിക്കണം. അസ്ഥി താഴ്വരയോട് ദൈവം പറഞ്ഞു, എന്തോ പറഞ്ഞു, ഇത് ജീവിക്കുമോ? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ലേ ഹോവേ, നീ ഇതിനോട് കൽപ്പിച്ച് പറയേണ്ടതെന്നാ. എന്നാ വേറൊരു കാര്യമുണ്ട്, ദൈവവുമായി നല്ല ബന്ധത്തിലോട്ട് വരുമ്പോൾ ചില കൽപ്പന വരും. അത് സ്നേഹത്തിലുള്ളൊരു കൽപ്പനയാ. ഞാൻ പറയാം, എനിക്കൊരു കൊച്ചുമോളുണ്ട്. രാമൻ പറഞ്ഞു 6 വയസ്സ്. ദൈവത്തെ ഒന്ന് ശ്രമിച്ച്
ചില സമയത്ത് എന്നെ ഫോണിൽ കിട്ടിയില്ല, അമ്മച്ചിയോട് പറയും, അപ്പച്ചൻ എന്തിയാ കൊടുക്കാൻ പറയും. എവിടെ ഞാൻ പറഞ്ഞു, എടി ക്ഷമിക്കണേ, ശ്രമിച്ച് ഇത്രയും നേരം വിളിച്ചിട്ട് അപ്പച്ചൻ എന്താ എടുക്കാൻ വരുവോ? കമാൻഡ്മെന്റ്. അതെന്തോ കമാൻഡ്മെന്റ് വല്ല മനസ്സിലായോ? കർത്താവിന്റെ വഴിയിൽ നീ നിന്നാൽ നീ അവന്റെ ഫ്രണ്ടാ. അപ്പാന്ന് നീ വിളിക്കുമ്പോൾ ഒത്തിരി ദൂരെ നിൽക്കുന്ന ദൈവമല്ല, ഇറങ്ങി വന്ന്. ഒരിക്കലേ പിഞ്ചേക്കൾ പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹം കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുത്തിരിക്കുക. ഓരോരുത്തരും അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ഒരാൾ ഭയങ്കര താറപ്പ് പുള്ളിയെ കയറ്റി വിടാം. ഞങ്ങൾ പറഞ്ഞ് പറ്റത്തില്ല, ഇപ്പോൾ അവർക്കറിയത്തില്ല മോനാ. പിജിയിൽ അത്രയും വലിയ പ്രശ്നമെന്തോ? അതെന്തോ അങ്ങനെയുള്ള ആരാ പറഞ്ഞോട്? നീ ആയിരുന്നോടാ കുഞ്ഞെ? ഗ്രാമീണോടൊക്കെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ മകനെന്ന് വിളിക്കപ്പെടാനുള്ള അധികാരം ലഭിക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ച്. മകന്റെ അവകാശം എന്താണെന്ന് നീ അറിഞ്ഞാൽ നീ യാചിക്കുന്ന നിർത്തും. കർത്താവേ എന്ന് പറയുന്ന നിന്റെ സ്റ്റൈല് മാറും. അപ്പാ നീ എന്റെ പിതാവാണ്, ഞാൻ നിന്റെ പൈതലായി, എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും ഞാൻ അവകാശിയായി എന്ന് പറയുന്ന തരത്തിലേക്ക് നീ വരും. ഈ മക്കൾക്ക് എല്ലാ കാര്യത്തിനും ധൈര്യമാണ്. മക്കൾ ഇങ്ങനെ യാചിച്ച അപ്പച്ച അപ്പ ഡാഡി എന്ന് പറഞ്ഞ് നിൽക്കത്തില്ല. ഇവൻ ചെറുപ്പകാലങ്ങളോ അപ്പ പേഴ്സ് എവിടെ ആയിരിക്കും? മകനെന്ന അധികാരം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകാൻ അധികാരം. ഇന്ന് രാത്രി യേശു നിന്റെ ഭവനത്തിൽ വരുമ്പോൾ, യേശു നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ, ആരൊക്കെ ഉണ്ടെങ്കിലും, കാനാവിലെ കല്യാണം വരുന്നതിന് എല്ലാവരെയും ക്ഷണിച്ചു. കർത്താവിനെ വാർത്തപ്പെടുത്തേക്ക് ശിഷ്യന്മാരെല്ലാം ഉണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ നസറേത്തിലെ ആശാരിയുടെ മോനെ ക്ഷണിച്ചു. അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. അമ്മയ്ക്ക് ധൈര്യത്തോടെ എന്ന് പറയാൻ പ്രാഗൽഭ്യമുണ്ട്, മോനെ വീഞ്ഞില്ലെന്ന്. ഇന്ന് ശൂന്യത ഏതെങ്കിലും ഭവനത്തിലുണ്ടെങ്കിൽ കരമടിച്ച് നിറവിന്റെ ശക്തി ആ ഭവനങ്ങളിൽ വെളിപ്പെടാൻ പോവാ.